ഇപ്പോഴത്തെ ഫാഷൻ ബീഫാണല്ലോ. ബീഫ് ഫെസ്റ്റിനെ കുറിച്ച് പറയാനല്ല ഈ വീഡിയോ. ഇന്നലെ നമ്മുടെ അടുപ്പൂട്ടി ചാനലായ മീഡിയ വണിൽ ഒരു വാർത്ത വന്നു. മീഡിയ വൺ മാത്രമല്ല, റിപ്പോർട്ടറൊക്കെ വളരെ ആവേശത്തിൽ ഈ വാർത്ത കൊടുക്കാറുണ്ട്. 24 എല്ലാവരും കൊടുക്കുന്ന ഒരു വാർത്തയാണ്. അതിലെ ഒരു കള്ളത്തരം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെ രാജ്യമാണ്. ചിലപ്പോൾ മൂന്നാമത്തെ രാജ്യമാണ്, ചിലപ്പോൾ രണ്ടാമത്തെ രാജ്യമാണ്. ശരിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്നത് ബ്രസീലാണ്. അത് കഴിഞ്ഞാൽ ആസ്ട്രേലിയ ഉണ്ട്, പിന്നെ നമ്മളുമുണ്ട്. നമ്മൾ മാറിയും തിരിഞ്ഞും വരും. ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് ചിലപ്പോൾ വരാറുണ്ട്, ചിലപ്പോൾ മൂന്നാം സ്ഥാനത്ത് വരാറുണ്ട്. പക്ഷേ ഇതിലുള്ള കള്ളത്തരം എന്താണ് എന്ന് മനസ്സിലാക്കണം. ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കള്ളത്തരം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കേരളത്തിൻ്റെ സമൂഹത്തിൽ പരമാവധി സ്ഥലങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യണം. ഇന്ത്യ കയറ്റി അയക്കുന്നത് കാട്ടുപോത്തിൻ്റെ പോലത്തെ ഇറച്ചിയും എരുമയുടെ ഇറച്ചിയും ഒക്കെയാണ്. പോത്തിറച്ചിയും എരുമയിറച്ചിയുമാണ്, പശുവിൻ്റെ ഇറച്ചി അല്ല ഇന്ത്യ കൂടുതൽ കയറ്റി അയക്കുന്നത്. ഞാൻ വിശദാംശങ്ങളിലേക്ക് വരാം. കാർ കാർനേഡ് ബഫല്ലോ മീറ്റ് ആണ് ഇവിടെ കയറ്റി അയക്കുന്നത്, അല്ലെങ്കിൽ കാർനേഡ് ബീഫ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അത് വിയറ്റ്നാമിലും മലേഷ്യയിലും ഈജിപ്തിലും ഇന്തോനേഷ്യയിലും സൗദി അറേബ്യയിലും ധാരാളമായി നമ്മൾ കയറ്റി അയക്കുന്നു. ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇറച്ചിയാണ് കയറ്റി അയക്കുന്നത്. പശുവിൻ്റെ കാര്യത്തിലേക്ക് പറയുമ്പോൾ ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങളിൽ പശുവിനെ ഗോവധം നിരോധിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇന്ത്യയുടെ ബഫല്ലോ പശു ഇറക്കുമതി എന്ന് പറയുന്നത് കയറ്റുമതി എന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. അതേസമയം 2024-2025 സാമ്പത്തിക വർഷം എടുത്താൽ പോലും ഏകദേശം 12.54 ലക്ഷം ടൺ മൊത്തം വില ഡോളറിൽ 35,233 കോടി രൂപയ്ക്ക് ഇന്ത്യ ഇത് കയറ്റി അയച്ചിട്ടുണ്ട്. പക്ഷേ അത് കയറ്റി അയച്ചിരിക്കുന്ന രാജ്യങ്ങൾ വിയറ്റ്നാം, ഈജിപ്റ്റ്, മലേഷ്യ, UAE, ഇറാഖ് എന്നിവിടങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എരുമയാണ്, ഇറച്ചിയാണ് ഏറ്റവും കൂടുതൽ അയക്കുന്നത്. ബഫല്ലോ ഇറച്ചിയാണ് അയക്കുന്നത്. അത് വാട്ടർ ബഫല്ലോ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. പിന്നെ പോത്തുണ്ട്. മെയിൽ ബഫല്ലോ ആയിട്ടുള്ള പോത്തിനെ കയറ്റി അയക്കും. മെയിൽ കൗവായിട്ടുള്ള കാളയെ കയറ്റി അയക്കും. ഇവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ബഫല്ലോ ഇറച്ചി കറാ ബീഫ് അല്ലെങ്കിൽ ബെർണാഡോ ബീഫ് എന്ന് പറയുന്ന വിഭാഗമാണ് ഇന്ത്യയുടെ കയറ്റുമതിയുടെ നല്ലൊരു ശതമാനവും കയറ്റുമതി അത് തന്നെയാണ്. ഇനി പിന്നെ 1.25 ബില്യൺ ബഫല്ലോ ഇറച്ചി നമ്മൾ കയറ്റുമതി ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. ചെങ്കാള, പോത്ത്, എരുമ എന്നിവയുടെ ഇറച്ചിയാണ് കൂടുതലല്ല, അതാണ് കയറ്റി അയക്കുന്നത്. ഇത് കയറ്റി അയക്കുമ്പോൾ ഞാൻ പറഞ്ഞ രാജ്യങ്ങൾ പറഞ്ഞു. നമ്മൾ 6,266 കോടി രൂപയ്ക്ക് വിയറ്റ്നാമിലേക്കും 5,549 കോടി രൂപയ്ക്ക് ഈജിപ്തിലേക്കും 5,245 കോടി രൂപയ്ക്ക് മലേഷ്യയിലേക്കും 3,115 കോടി രൂപയ്ക്ക് UAE-യിലേക്കും ഇന്തോനേഷ്യയിലേക്ക് 1,969 2,000 കോടി രൂപയ്ക്ക് നമ്മൾ കയറ്റി അയച്ചിട്ടുണ്ട്. ഇതിൽ ബഫല്ലോ ഇറച്ചി കൂടുതലായി കയറ്റി വാങ്ങുന്ന രാജ്യം വിയറ്റ്നാമാണ്. നമ്മളിൽ നിന്ന് ധാരാളമായി വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇന്ത്യയിൽ പശുവിനെ നിരോധിച്ചിട്ടുണ്ട്, ഗോവധം നിരോധിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 48 അനുസരിച്ച് ആർട്ടിക്കിൾ 48 ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. കൃഷിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പശുവിനെ കണക്കാക്കിയിരിക്കുന്നത്. ചാണകവും പാലും മറ്റു കാര്യങ്ങളെല്ലാം ബന്ധപ്പെടുത്തി കൃഷിയുമായി ബന്ധപ്പെടുത്തി വച്ചിരിക്കുന്നത് ഗോവധം സംസ്ഥാനങ്ങൾ നിരോധിക്കേണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന, ഛത്തീസ്ഗഡിൽ ഇത്രയും സംസ്ഥാനങ്ങളിൽ സമ്പൂർണ്ണമായി ഗോവധം നിരോധിച്ചിരിക്കുകയാണ്. പിന്നെ എവിടെ നിന്നാണ് മീഡിയ ചാനലെ കയറ്റി അയക്കുന്നത്? ഇതല്ലേ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, അല്ലാതെ കേരളമല്ലല്ലോ. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായ ഗുജറാത്തിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഹരിയാനയിലും ഛത്തീസ്ഗഡിലും ഗോവധത്തെ നിരോധിച്ചിട്ടുണ്ട്. ഭാഗികമായ നിയന്ത്രണങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. ഇനി മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് അത് സർട്ടിഫിക്കറ്റിന് പിന്നെ മഹാരാഷ്ട്രയിൽ കുറേ കൂടി കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. കർണാടകത്തിൽ കന്നുകാലി ചില വ്യത്യാസമുണ്ട്. കന്നുകാലികളെ സംബന്ധിച്ച് ആന്ധ്രാപ്രദേശിൽ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. തെലുങ്കാനയിലും ഗോവധമുണ്ട്. പിന്നെ കേരളം, വെസ്റ്റ് ബംഗാൾ. കേരളം എല്ലാ കാര്യത്തിലും വധമുള്ള സ്ഥലമാണല്ലോ, മനുഷ്യവധം പോലുമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് പിന്നെ ഇവിടെ ഗോവധത്തിൽ വലിയ കാര്യമില്ല. മനുഷ്യവധം പോലും നന്നായി നടക്കുന്നൊരു സ്ഥലമാണ്. വെസ്റ്റ് ബംഗാൾ, അരുണാചൽ പ്രദേശ്, മധ്യ മേഘാലയ, നാഗാലാൻഡ്, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിൽ കൃത്യമായ ഗോവധ നിയമമില്ല. അവിടെയെല്ലാം കൂടുതൽ ആളുകൾ മുസ്ലിംസും ക്രിസ്ത്യനുമാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു നിരോധനം ഇല്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്താൽ ആർട്ടിക്കിൾ 48 ഇങ്ങനെ പറയുന്നു: ഓരോ സംസ്ഥാനവും
കൃഷിയും പശുപരിപാലനവും ആധുനിക രീതിയിൽ സംഘടിപ്പിക്കണം. കൂടാതെ പശുക്കളെയും കിടാവുകളെയും മറ്റ് ദുഗ്ധ വഴിയുള്ള കന്നുകാലികളെയും വധിക്കുന്നത് നിരോധിക്കണം. ഈ നിയമം വെച്ചുകൊണ്ടാണ്, ഇതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്, ഒരു നിർദ്ദേശക തത്വമാണ്. ഇതൊരു കറക്റ്റായിട്ട് ഇത് പാലിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ നിയമം വെച്ചുകൊണ്ടാണ് സംസ്ഥാനങ്ങൾ പശുക്കളുടെ ഗോവധം നിയന്ത്രിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞു ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് തമ്മിൽ വലിയ തെറ്റിദ്ധാരണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പശുക്കളെയും എരുമയെയും പോത്തിനെയും കാളയും തമ്മിൽ വേർതിരിച്ച് പറയാതെ പശുക്കളെയാണ് ഇതെല്ലാം കയറ്റി അയക്കുന്ന മുഴുവൻ ബീഫും പശുവാണ് എന്നുള്ള നിലയിൽ വലിയ ഒരു 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 കാഴ്ചപ്പാട് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ HS കോഡ് എന്ന് പറയുന്ന ഒരു കോഡാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉള്ളത്. ആ കോഡിൽ വേൾഡ് കസ്റ്റം ഓർഗനൈസേഷനാണ് ഇത് നിയന്ത്രിക്കുന്നത്. ആ കോഡിൽ എന്തേ ഉള്ളൂ, HS കോഡ് 0201, അതിൽ ഫ്രഷ് ഓർ ചിൽഡ് മീറ്റ് ഓഫ് ബോവൈൻ അനിമൽസ് എന്നേ എഴുതിയിട്ടുള്ളൂ. അവിടെ പശുവിനെ ആടിനെ കോഴിയെ ഒന്നും വേർതിരിച്ച്, അല്ലെങ്കിൽ പോത്തിനെ എരുമയൊന്നും വേർതിരിച്ച് എഴുതിയിട്ടില്ല. HS കോഡ് 0202 ഫ്രോസൺ മീറ്റ് ഓഫ് ബോവൈൻ അനിമൽസ് എന്നേ എഴുതിയിട്ടുള്ളൂ. ആ ബോവൈൻ അനിമൽസിൽ പശുവും കാളയും കിടാവും എരുമയും എല്ലാം ഉൾപ്പെട്ട് വരുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ്. ഇത് ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ട് വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെടുത്തി ഇതിലൊരു വകതിരിവ് വരുത്തേണ്ട അത്യാവശ്യ കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആശയക്കുഴപ്പമാണ് ബീഫ് എക്സ്പോർട്ടായി മാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ബൊഫല്ലോ എക്സ്പോർട്ടിനെ ബീഫ് എക്സ്പോർട്ടാക്കി, അല്ലെങ്കിൽ കൗ എക്സ്പോർട്ടാക്കി മാറ്റുന്നത് വളരെ വളരെ രസകരമായ മറ്റൊരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പറഞ്ഞു കൗ, ബുള്ള്, കാഫ്, ബൊഫല്ലോ, ഇവ പല സാധനങ്ങളുണ്ട്. ഇതിൽ വളരെ തരത്തിലുള്ള വളരെ രസകരമായ കയറ്റുമതി ചട്ടങ്ങളിലുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. അത് ഫ്രോസനായിട്ടും ഫ്രഷായിട്ടും ചിൽഡായിട്ടും ഒക്കെയുള്ള ഇറച്ചി ഇവിടെ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കയറ്റി അയക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഇത് വളരെ രസകരമായ മറ്റൊരു കാര്യമാണ്. ഇനി വേറൊരു കാര്യം, ബ്രസീലാണ് 1-ാം സ്ഥാനത്തെന്ന് പറഞ്ഞു. 2-ാം സ്ഥാനത്ത് ആസ്ട്രേലിയയാണ്. ചില വർഷങ്ങളിൽ നമ്മൾ മാറിയും തിരിഞ്ഞും വരാറുണ്ട്. ഇനി വളരെ രസകരമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പശുക്കളിൽ തന്നെ 2 തരത്തിലുള്ള പശുക്കളുണ്ട്. ഒന്ന് നമ്മൾ കോഴികളിൽ പറയും പോലെ നാടൻ കോഴി, ഈ പിന്നെ ബ്രോയിലർ കോഴി എന്നൊക്കെ പറയുന്ന പോലെ ഇറച്ചിക്ക് മാത്രമായി പിന്നെ വളർത്തുന്ന പശുക്കളുണ്ട്. അതിപ്പോൾ ഫാമുകളുണ്ട്, ഇറച്ചിക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ മുതുകത്തിങ്ങനെ കൂനുള്ള ഒരു തരം പശുക്കളുണ്ട്. അത് ഇന്ത്യൻ പശുക്കളാണ്. അതാണ് കൂടുതലുമായി ഇന്ത്യയിൽ ആരാധിക്കുന്നത്, ബഹുമാനിക്കുന്നത്. അതിനാണ് ഗോശാലകളും പൂജകളും ഒക്കെ നടത്തുന്നത്. അത് പ്രത്യേകതരം പശുവാണ്. അതിനെ ഒരു സാഹചര്യത്തിലും ആരും കൊല്ലുന്നില്ല. അതേതെങ്കിലും തരത്തിൽ മരിച്ചു പോയാൽ അതിനെ പൂജിച്ച്, അല്ലെങ്കിൽ അതിനെ വളരെ പൂജനീയമായ രീതിയിൽ മറവ് ചെയ്യുന്നതാണ് ഇന്ത്യയിൽ കാണുന്നത്. അതിനെ ഒരു സാഹചര്യത്തിലും ഇങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് മതപരവും സാംസ്കാരികവുമായിട്ടുള്ളൊരു വിഷയമാണ് അത്തരം പശുക്കളെ കൊല്ലുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അത്തരം പശുക്കളെ കൊല്ലുമ്പോഴാണ് ഇന്ത്യയിൽ പലപ്പോഴും പ്രശ്നമുണ്ടാകുന്നത്. അല്ലാതെ ബീഫ് കയറ്റി അയക്കുന്നതോ, ബീഫിൽ ഈ പറയുന്ന ബൊഫല്ലോയെ, കാളയെയും കൗവിനെയും പശു ഒഴിച്ചുള്ള എല്ലാറ്റിനെയുമാണ് കൂടുതലും കയറ്റി അയക്കുന്നത്. പശുവിനെ കയറ്റി അയക്കുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ എല്ലാം, ഏറ്റവും കൂടുതൽ കയറ്റി അയക്കപ്പെടുന്ന സംസ്ഥാനങ്ങളിലെല്ലാം പശു ഗോവധം നിരോധിച്ചിട്ടുണ്ട്. ഇതുകൂടി മീഡിയ വണ്ണും ഇവിടുത്തെ റിപ്പോർട്ടർ ചാനലുകളുമൊക്കെ ജനങ്ങളോട് പറയണം. അപ്പോൾ പറയുമ്പോൾ ഇതുകൂടി പറയാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരു വശത്ത് ഗോവധത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് ഇന്ത്യ ഗവൺമെൻറ് തന്നെ BJPയും RSSും സംഘപരിവാർ സംഘടനകളുമൊക്കെ ആഭിമുഖ്യമുള്ളവർ ഭരിക്കുമ്പോൾ പശുവിനെ ഒരുപാട് കൊന്ന് കയറ്റി അയക്കുന്നോ എന്നൊരു ചോദ്യം വരും. ഇതൊരു വൈപരീത്യമാണ്. മലയാളം ചാനലുകളുടെ നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങളുടെ പക്ഷപാതിത്വം, നിങ്ങളുടെ ദേശവിരുദ്ധത കയ്യിൽ വച്ചേക്കുക. ഒരു കാരണവശാലും അത് പുറത്തേക്കെടുക്കരുത്. കാരണം കാലം ഡേറ്റയുടേതാണ്, വിവരങ്ങളുടേതാണ്. ഇൻഫർമേഷൻ്റെയും ഡേറ്റയുടെയും യുഗത്തിൽ ഉഡായിപ്പുകൾക്കൊരു സ്ഥാനവുമില്ല എന്ന് അടുപ്പുകൂട്ടി ചാനലുകൾ ഉൾപ്പെടെ അറിഞ്ഞിരിക്കുന്നത് കാലത്തിൻ്റെ ആവശ്യമാണ്.